വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വർക്കൗട്ടാണോ ചെയ്യേണ്ടത് അതോ ഈ വർക്കൗട്ടാണോ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഈ വർക്കൗട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. വയറ് കുറയ്ക്കുന്നതും ഈ വർക്കൗട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അബ്ഡോമിനൽ മസിലിനെ സ്ട്രെങ്ത് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. സ്ത്രീകൾ ബൈസെപ്സ്, ട്രൈസെപ്സ് അതുപോലുള്ള മസിലിനെ, സിംഗിൾ മസിലിനെ ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും വേണ്ട. നിങ്ങൾ അപ്പർ ബോഡി വർക്കൗട്ട് ചെയ്യുമ്പോൾ, ഉദാഹരണം ലാറ്റ് പുൾ ഡൗൺ പോലുള്ള കോമ്പൗണ്ട് മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബൈസെപ്സോടെ വർക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ ബൈസെപ്സിനെ പ്രത്യേകം ഒരു ദിവസം ചെയ്യേണ്ട കാര്യമില്ല. പൊണ്ണത്തടിയുള്ള ആളുകൾ ഈ ബോഡി ബിൽഡേഴ്സ് ചെയ്യുന്ന പോലെ സിംഗിൾ മസിലിനെ ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ട കാര്യമുണ്ടോ? വേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ദിവസം അപ്പർ ബോഡി മസിലിനെ ഫോക്കസ് ചെയ്യുക, കോമ്പൗണ്ട് മൂവ്മെൻറ്റ്സ്. അടുത്ത ദിവസം ലോവർ ബോഡി മസിൽസിനെ ഫോക്കസ് ചെയ്യുക. മൂന്നാം ദിവസം റെസ്റ്റ് എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ല നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. നല്ലൊരു വർക്കൗട്ടിന് ശേഷമുള്ള പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ്, അതിലാണ് നിങ്ങളുടെ റിസൾട്ട് ഇരിക്കുന്നത്. നിങ്ങൾ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോസും ഫോട്ടോസും ഒരുപാട് കാണാറുണ്ടല്ലേ? ഇവർക്കെല്ലാം ഞാൻ ട്രാൻസ്ഫോർമേഷൻ കൊടുത്തത് ഇതുപോലെയുള്ള അബ്ഡോമിനൽ വർക്കൗട്ട് കൊടുത്തിട്ടല്ല, സ്ട്രെങ്ത് ട്രെയിനിങ്ങിലെ ഫോക്കസ് ചെയ്തിട്ടാണ്. സ്ട്രെങ്ത് ട്രെയിനിങ്, പിന്നെ ന്യൂട്രീഷൻ, മിനിമൽ കാർഡിയോ, ഇതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ഒരുപാടുണ്ട്. പിന്നെ ഇതിനകത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തവരുടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ, ഇതാണ് പ്രധാനമായിട്ടുള്ള കാരണം. നമ്മൾ പറയുന്നത് എന്താണെന്ന് തെറ്റിദ്ധാരണകൾ കൂടാതെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. കാർഡിയോയ്ക്കെതിരെ അല്ല ഞാൻ. ഒരു 80 കിലോ 100 കിലോ ഉള്ള ഒരാളെ കൊണ്ട് ചാടിക്കുക എന്ന് ഉദ്ദേശിക്കുന്നതാണോ കാർഡിയോ? അല്ല. കാർഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓക്സിജൻ്റെ സഹായത്തോടു കൂടി 1 മിനിറ്റ് മുകളിലോട്ടുള്ള എല്ലാ വർക്കൗട്ടുകളെയും നമ്മൾ കാർഡിയോ അല്ലെന്നുണ്ടെങ്കിൽ എയറോബിക് വർക്കൗട്ടുകൾ എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് പൊക്കത്തി ചാടേണ്ട കാര്യമില്ല. ഈ വെയിറ്റ് ഉള്ളവരെ കൊണ്ട് ചാടിക്കുമ്പോൾ അവരുടെ മുട്ടിന് ഒരുപാട് പ്രശ്നങ്ങൾ വരും, ലോവർ ബാക്കിന് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അന്നേരം ഈ ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടി ജിമ്മിൽ ജോയിൻ ചെയ്യുന്നവരെ ഫസ്റ്റ് ഡേ തന്നെ ഒരു ട്രെയിനർ വന്നിട്ട്, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ട്രെയിനറിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ട്രെയിനർ വന്നിട്ട് ഓടിപ്പിച്ച് ചാടിപ്പിച്ച് അവൻ്റെ കഴിവ് തെളിയിക്കാൻ, ഫസ്റ്റ് ഡേ തന്നെ കഴിവ് തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ട് ഓടിപ്പിച്ച് ചാടിപ്പിച്ച് ഹൈപ്പോഗ്ലൈസീമിയ അടിച്ച് താറേ കിടക്കും. ഓക്കെ, അപ്പോൾ അവൻ്റെ കഴിവ് അവിടെ തെളിയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല, ഇങ്ങനെയുള്ള ഒരു ജിമ്മിലോട്ട് എങ്ങനെയാണ് ഒരു ക്ലയൻറ്റ് വരുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. അവരുടെ മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ പ്രയോറിറ്റി കൊടുത്തിട്ട് മാത്രമേ നമുക്ക് വർക്കൗട്ട് കൊടുക്കാവുള്ളൂ.